ഒരു തരത്തിലും ജീവിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, ഫോറസ്റ്റുകാരല്ല ഈ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ വനത്തിലോട്ട് താമസിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടും മൃഗങ്ങളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞുകൂടെ? അതേ ഉള്ളു ഇവിടെ പരിഹാരം. ഒരു നഷ്ടപരിഹാരം തരുന്നില്ല, ഒരു കാര്യത്തിനും അവര് നോക്കുന്നുമില്ല, ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് പറയാം. ഞങ്ങൾ എന്തോ ചെയ്യേണ്ടേ? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങള് അതും ഇതൊക്കെ കിടക്കുന്ന ജീവികളെ എല്ലാം ഉണ്ട്. ഒരു പരിഹാരമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഒരു കാര്യം ചെയ്യും, വനത്തിൽ നിന്നുള്ള ആനകളെയൊക്കെ, ഈ ആനയും പന്നിയും പുലികളെയൊക്കെ ഇവിടെ താമസിച്ചിട്ട് ഞങ്ങളെ വനത്തിലോട്ട് വിടും. അതിനൊരു പരിഹാരം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ സർക്കാരിനോട് അല്ലെങ്കിൽ ആരോടാന്നേലും, ഏത് സർക്കാരാന്നേലും, ഏത് സർക്കാർ വന്നെന്ന് പറഞ്ഞാലും ഇതേ ഗതി തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഏറ്റവും കൂടുതൽ പ്രശ്നം. ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ സ്വന്തം അയ്യത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇറങ്ങണമെങ്കിൽ എങ്ങനെ പോകണം? ഇനി ഒരു ഫ്ലൈറ്റ് കൂടെ തരാൻ പറ, മേളിൽ നിന്ന് കാണാം. അല്ല എന്നാ ചെയ്യാൻ പറ്റും? അല്ലാതെ നടന്നു പോയി എങ്ങും പോകാൻ പറ്റത്തില്ല. പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയാ ഇരിക്കുന്നത്, എങ്ങനെയാ വരുന്നത്, എന്തുവാന്ന് അറിയത്തില്ല. നേരത്തെ പന്നിയായിരുന്നു, അതിന്റെ ശല്യം കുറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇതാണ് പ്രശ്നം. പണ്ട് കാലത്ത് വന്ന ആളുകളില്ലേ? പണ്ട് 70 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. 70 കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് 58 വയസ്സേ ഉള്ളൂ. അപ്പന്മാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലങ്ങളാണിത്. നേരത്തെ ഒന്നും ഒരു ശല്യം ഇല്ലായിരുന്നു. ഒരു ശല്യം, പന്നിയുടെ പോലും ശല്യം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പന്നിയുടെ ശല്യം കൂടിയത്. ഇന്ന് വനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. ഇനി ഞങ്ങൾ വനത്തിലോട്ട് പോകേണ്ട ഗതികേടായി ഇപ്പോൾ. അല്ല എന്നാ ചെയ്യാൻ പറ്റും? എല്ലാ മൃഗങ്ങളും ഇവിടാണ് താമസം. ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാം. അതിന് സർക്കാർ എന്തേലും ഏത് സർക്കാരാണെങ്കിലും എന്തേലും ഒന്ന് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാ. എന്നാൽ ഞങ്ങളെ വനത്തിലോട്ട് പാർപ്പിച്ചിട്ട് ഇവരുടെ ഈ പന്നികളെ, പുലിയെയും കുന്തവും എല്ലാം ഇവിടെ താമസിച്ചിട്ടല്ല തെങ്ങയില് തേങ്ങയില്ല, ഇത് കുരങ്ങ്, താഴെ കപ്പ ഉണ്ടെങ്കിൽ പന്നി, ഇതുപോലെ ഇതേണ്ട വാഴ ഉണ്ടെങ്കിൽ മൊത്തം ഒരു തരത്തിൽ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ ഈ തവളപ്പാറ ഏറിയാലുള്ളത്. ചെയ്യാൻ പറ്റും? ഇപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടേക്ക് ജീവിക്കുന്ന തന്നെ പോട്ടെ, കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാവരും ഉണ്ടെങ്കിൽ എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും നോക്കിയാണ് പോകുന്നത്. ഈ പുലിയൊക്കെ മണ്ടയ്ക്കൊക്കെ കയറി ഇരുന്നത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും? ഇത് ഇവരൊന്നും അറിയത്തില്ല. ഈ വണ്ടിയെ വരുന്നവന്മാരും ഇത് ആരും ഒരുത്തരും അറിയത്തില്ല. കാറിനകത്തിൽ കയറി കെട്ടി ഞങ്ങൾക്ക് ഇതൊന്നും നിവൃത്തിയില്ല. ഞങ്ങൾക്ക് മിച്ചത്തോട്ട് ഇറങ്ങിയാലേ പറ്റും. വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കാറിനകത്തിൽ അടച്ചു പൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടൊക്കെ അങ്ങ് പോകും. അവരൊന്നും അനങ്ങത്തില്ല. നേരെ അങ്ങോട്ട് എഴുതി വിട്ടു, മേളിലോട്ട് എഴുതി വിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, മേളിലോട്ട് എഴുതി വിട്ടിട്ട് താഴേന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെല്ലുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിടും. പഞ്ചായത്തിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടും. എവിടൊക്കെ ചെന്നാലും ഒരു നിവൃത്തി ഇല്ലാതെ എല്ലാരും കിടക്കുന്നത്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് തന്നവരില്ലേ, വോട്ട് തന്നവർക്കേലും ഒരു ഇത് കാണില്ല. എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് തിരുവനന്തപുരത്തോ അല്ലെ കൊല്ലത്തോ അല്ലെ പത്തനംതിട്ട സിറ്റിയിലോട്ടൊന്നും പോയി താമസിക്കാനൊക്കെ ഉള്ള നിവൃത്തിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ കാട്ടിൽ കിടക്കുന്ന ഞങ്ങൾ മനുഷ്യനൊരു വിലയില്ല. അതാ എനിക്ക് അറിയാൻ വയ്യാത്തത്. മനുഷ്യന് ഒരു വിലയില്ലയോ? ഇതെന്താ മനുഷ്യൻ ഈ ആനയൊക്കെയാണോ കുത്തി തരുന്നത്? ആനയും പന്നിയും പുലിയൊക്കെയാണോ ഇവന്മാരെ കയറ്റുന്നത്? അതൊന്നും അല്ലല്ലോ. ആരാന്നേലും അതല്ലല്ലോ. ഇവിടെ മനുഷ്യനെ ഇല്ല. ഈ എന്നാ ഈ ഇവന്മാരോടെല്ലാം ചെന്ന് പറ, കാട്ടിൽ ചെന്ന് പറ, ആനയോട് ചെന്ന് പറ, ഞങ്ങളുടെ ഇതാ പാർട്ടിയാ ഒരു കുത്തുകുത്തും ചെന്ന് പറയട്ടെ. ഇത് ജനങ്ങളില്ലേ ഇതെല്ലാം സഹിക്കുന്നത്? ജനങ്ങൾ സഹിക്കണ്ടേ? ഇതെന്തുവാ ഇത്? എനിക്കറിഞ്ഞു. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലുകാരോട് ഞങ്ങൾ പറയുന്ന, അല്ല ഞങ്ങൾ ആരോട് ചെന്ന് പറയാനില്ല. ഏത് ഉദ്യോഗസ്ഥന്മാരോട് ചെന്ന് പറഞ്ഞാലും നാളെ ഇങ്ങോട്ട് വന്നു അവിടുന്ന് വന്നു കയറ്റി കൊടുത്തു, ഒറ്റ പോക്ക. എന്താ ഒരു രക്ഷയില്ല ഇവിടുന്ന്.